സുജിത്ത്, ഇതിപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഒരു തീഗോളമായിട്ട് വന്ന് വീഴുന്നതാണല്ലോ കണ്ടത്. അപ്പോൾ ആളുകൾ രക്ഷപ്പെടണം, ജീവനോടെ തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഈ കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നു വലിയ അപകടമാണ്, ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടാകുമെന്ന്. എല്ലാവരും മരിച്ചു എന്ന വിവരമാണ് പിന്നീട് ആ ഭാഗത്തു നിന്നെല്ലാം ലഭിച്ചത്. ഗുജറാത്ത് പോലീസ് തന്നെയും അങ്ങനെ പറഞ്ഞിരുന്നു. വിമാനത്തിനകത്തുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പേരും മരിച്ചു എന്ന് മാത്രമല്ല, വന്ന് പതിച്ച ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആൾക്കാർക്കും ജീവാപായം ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത വന്നു. പക്ഷേ അതിന് പിന്നാലെ അല്പസമയം മുമ്പ് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിൻ്റെ വാർത്ത നമ്മൾ കണ്ടു. അദ്ദേഹം ഈ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്കിറങ്ങി നടന്നു വരുന്നത് തന്നെ നമ്മൾ കണ്ട അത്ഭുതത്തോടെയാണ്. അത്ഭുതകരമായ അതിജീവനമെന്ന് ലോകത്തുള്ള സകലമാന മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? അതെ സനീഷ്, ഹർഷൻ, അങ്ങേയറ്റം അവിശ്വസനീയമായ ഒരു, പക്ഷേ ഈ ദിവസത്തിൻ്റെ, ഈ കറുത്ത ദിവസത്തിലെ ഏക പ്രതീക്ഷയുടെ ഒരു തിരുനാളം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് വിശ്വാസ് കുമാർ രമേശ് എന്ന ചെറുപ്പക്കാരൻ്റെ 45 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടലാണ്. അത് ബ്രിട്ടീഷ് പൗരനാണ്. 20 വർഷമായി ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇവിടെ നാട്ടിലാണ്, ഇന്ത്യയിലാണ്. അവരെ കാണാൻ വേണ്ടി വന്നിട്ട് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത്. 242 പേർ, ക്രൂ ഉൾപ്പെടെയുള്ള ഒരു വിമാനം, അത് കയറി ഉടൻ തന്നെ അതിന് യന്ത്രത്തകരാറുണ്ടാകുന്നു. അതൊരു വലിയ ബിൽഡിങ്ങിന് മുകളിലേക്ക്, ഒരു ബഹുനില കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങുന്നു. അതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റലിൻ്റെ മെസ്സോളിന് സമീപമാണ്. അവിടെ ഉച്ചഭക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇടിച്ചിറങ്ങുന്നു. വിമാനം നിറയെ ഇന്ധനം തീഗോളമായി മാറുന്നു. അഗ്നി മാത്രം, വിമാനം ഛിന്ന ഭിന്നമാകുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അവിശ്വസനീയമായ ഒരു അതിജീവനം തന്നെയാണ് അദ്ദേഹത്തിന്. പക്ഷേ കാര്യമായ പരിക്കുകൾ കൂടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു ജീവൻ. അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയുണ്ടായി. അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസുമായിട്ടാണ് ആദ്യമായി സംസാരിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ് അടക്കം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. 11A എന്ന സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത്. പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാനാവുന്നില്ല. പലതരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എമർജൻസി എക്സിറ്റിലൂടെയാണ് അദ്ദേഹം പുറത്തു വന്നതെന്ന് പറയുന്നു. പക്ഷേ ആ ഫ്ലൈറ്റിൻ്റെ സീറ്റിംഗ് ഓർഡർ ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ ഒരു സീറ്റ് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ എമർജൻസി എക്സിറ്റിന് സമീപം തന്നെ അല്ല. അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം അത്ഭുതകരമായ മിറാക്കിൾ എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ അദ്ദേഹത്തിന് നേരിയ പരിക്കുകളൊക്കെ ഉണ്ട്. നെഞ്ചിൽ പരിക്കുണ്ട്, കയ്യിൽ പരിക്കുണ്ട്, പാദത്തിൽ പരിക്കുണ്ട്. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. മുഖത്തൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം 2 പേരായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സഹോദരനായ വിജയ് കുമാർ രമേഷും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ 2 പേരും കൂടി ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. മുമ്പിലത്തെ ഒരു റോയിലായിരുന്നു ഈ സഹോദരൻ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഉണ്ടായിരുന്നത് 11A സീറ്റിലായിരുന്നു. ഈ സഹോദരനെ പറ്റിയൊക്കെ അദ്ദേഹം തിരക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, ആ വിമാനത്തിൽ മറ്റാരും ഇപ്പോൾ ശേഷിക്കുന്നില്ല. ഒരുപക്ഷെ ഇതേപോലെ അത്യന്തം അത്ഭുതകരമായ മറ്റൊരു വാർത്ത നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. പറന്നു തുടങ്ങി ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ വലിയ ശബ്ദങ്ങൾ, അസ്വാഭാവികമായ ശബ്ദങ്ങൾ വിമാനത്തിൽ നിന്ന് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ വിമാനം തകർന്നു വീണ വിമാനത്തിൻ്റെ നാശാവശിഷ്ടങ്ങൾക്കിടയിലൂടെ അജയ് കുമാർ എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് ചുറ്റുപാടും ശവശരീരങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വല്ലാതെ ചകിതനായി, വല്ലാതെ ഭയപ്പെട്ടു. ആ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ തടയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുന്നു, ഒരു ആംബുലൻസിലേക്ക് മാറ്റുന്നു, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ ഇത്രയും പേർ വെന്തു മരിച്ച, ഒരുപക്ഷെ അപകടത്തിൽപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകളുടെ അല്ലെങ്കിൽ മറ്റ് അപകടത്തിൽപ്പെട്ട ആളുകളുടെ ഒന്നും ശരീരം തന്നെ ഇപ്പോൾ കിട്ടുമോ, അല്ലെങ്കിൽ ഏതവസ്ഥയിലാണെന്നൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ആ ഇന്ധനം മുഴുവൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കാര്യമായ പരുക്കൊന്നുമില്ലാതെ ഈ ദുരന്തത്തിൻ്റെ ഏക അത്ഭുതമായി അദ്ദേഹം രക്ഷപ്പെട്ടിപ്പോൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഒരു മെൻ്റൽ ട്രോമ അദ്ദേഹത്തിനുണ്ട്. അതിനിടയിലും അദ്ദേഹം സഹോദരനെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും ഈ ഒരു അപകടത്തിനിടയിൽ ഒരുപക്ഷെ എമർജൻസി എക്സിറ്റിലൂടെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് പ്രാഥമികമായ വിവരമാണ്. നമ്മൾ ആ വിമാനത്തിൻ്റെ സീറ്റിംഗ് ഓർഡർ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ് അടക്കം കേടൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലുണ്ട്, നമ്മളടക്കം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു വിമാനം പൊട്ടിപ്പിളർന്ന് ഛിന്ന ഭിന്നമായി വീണ് കിടക്കുന്നതിനിടയിലൂടെ ഒരു ജീവൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നു. അദ്ദേഹത്തെ ആ വിമാനത്തിനകത്ത് സംഭവിച്ചത് എന്താണ് എന്ന് പറയാൻ എങ്കിലും ഒരാൾ ബാക്കിയാവുന്നു എന്ന ഒരൊറ്റ ആശ്വാസമൊഴിച്ചാൽ ഈ വലിയ ദുഃഖത്തിൻ്റെ ഈ ദിവസം ഇങ്ങനെ ശേഷിക്കുന്നു.